നിൽക്ക് ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ആദ്യത്തെ ടേം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങ് ഇടപെട്ട് അതിന് പോലും അങ്ങേക്കെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങേക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും അങ്ങേക്ക് വിഷമം തോന്നുന്നു. എന്തടിസ്ഥാനത്തിലാണ്? അല്ലല്ലോ, അങ്ങ് മാധ്യമ പ്രവർത്തകർക്കെതിരെ എന്തിന് അനാവശ്യമായി അനൂപടി അരുൺകുമാർ ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി അത് അനുപടി തന്നെയാണ്. ഞാൻ ആ വാക്ക് ഞാൻ എൻഡോഴ്സ് ചെയ്തു. ഞാൻ ഇതുവരെ പരസ്യമായിട്ട് എൻഡോഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ എൻഡോഴ്സ് ചെയ്യിപ്പിക്കും. താങ്കൾക്ക് ആവശ്യം എനിക്കറിയാം. അത് എക്സാക്ട് ടേമിൽ അനുപടി തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ആ സഹോദരന്മാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരന്റെ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? അവർക്ക് ജാമ്യം കൊടുക്കുന്നത് പ്രോസിക്യൂഷനോട് പറഞ്ഞതാരാ? ആ കേസ് NIA കോടതിയിലേക്ക് മാറ്റിവെച്ചതാരാ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അഡ്വക്കേറ്റ് വിളിച്ചോ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഇഷ്ടമുള്ള എന്തും വിളിക്കാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്തും വിളിക്കാം. പക്ഷെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. അനൂപ് ആന്റണി പോയി തോളിൽ കൈയിട്ട സഹോദരന്റെ സഹോദരിയെ ജയിലിൽ അടച്ചത് ഏത് സർക്കാരിന്റെ പോലീസ്? ആ സഹോദരിക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പ്രോസിക്യൂഷനെ കൊണ്ട് പറയിപ്പിച്ചത് ഏത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ? ആ കേസിൽ NIA കോടതിയിലേക്ക് കേസ് വിടണമെന്ന് പറഞ്ഞത് ഏത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മറുപടി ഉണ്ടെങ്കിൽ പറയൂ. മിസ്റ്റർ അരുണേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായിട്ട് ഈ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളോടും വിവരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ അവരോട് കാര്യം എടുത്തെടുത്ത് ചോദിച്ചല്ലോ. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഇടപെടലുകളും കുറവ് കാണിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഷോൺ ജോർജും അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് അയച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിട്ടും അവിടുത്തെ ആളുകളുമായിട്ടും ഒക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് BJP അതിന് കോർഡിനേറ്റ് ചെയ്തതിന്റെ ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി BJP ആ കാര്യത്തിൽ ഉത്തരവാദിത്തപരമായി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ചൊറിഞ്ഞ അരുൺ, ഒരു രാഷ്ട്രീയമായ ഇടപെടൽ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു സമ്മതിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു സമ്മതിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, താങ്കൾക്ക് എന്നെ തെളിവ് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. താങ്കൾക്ക് പറയാം. ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ താങ്കൾ ഇത് ഉപയോഗിക്കുന്നത് അത്യന്തം ലജ്ജാകരമാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. ഛത്തീസ്ഗഡ് BJP ഇന്ന് രാവിലെ ഇട്ട ഡിജിറ്റൽ പോസ്റ്റിന്റെ അർത്ഥം പറയും. ഛത്തീസ്ഗഡ് താങ്കൾ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇത് താങ്കൾ കണ്ടു. താങ്കളുടെ ലക്ഷ്യം താങ്കൾ നിറവേറ്റി. അനൂപ് ആന്റണി അവഹേളിക്കുക എന്ന അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ ലക്ഷ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിറവേറ്റി. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ ലക്ഷ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിറവേറ്റിയിരിക്കുന്നു. എനിക്കതുകൊണ്ട് ഒരു വിഷമവുമില്ല. അത് താങ്കളുടെ പാർട്ടി പോയി ബോധിപ്പിച്ചാൽ മതി. എനിക്കറിയേണ്ട ചോദ്യം ഇതാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഈ രാജ്യത്തെ ഭരണഘടന ജയിലിലാക്കപ്പെടുമ്പോ, ഈ രാജ്യത്തെ 2 കന്യാസ്ത്രീകൾ ജയിലിലാക്കപ്പെടുമ്പോ അവരുടെ പേരിൽ ഇന്ന് ഛത്തീസ്ഗഡിലെ BJP ഇറക്കിയ ഡിജിറ്റൽ പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയൂ. പോക്സോ കേസിൽ താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ ചെയ്യാത്ത തെറ്റാണ്. താങ്കൾ ഇന്റൻഷനലി അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആ കേസിൽ കേസെടുത്ത സമയത്ത് ഭരണഘടന ജയിൽ പോയി എന്ന് തോന്നാത്ത തലച്ചോറിൽ ഇത് അങ്ങനെ തോന്നും. കാരണം അത് രാഷ്ട്രീയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനകത്ത് എന്താണ് ഇന്നത്തെ ഛത്തീസ്ഗഡ് BJP പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയൂ. അവരുടെ കീഴിൽ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. താങ്കൾ കണ്ടില്ലെങ്കിൽ കാണാം. നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയും. പ്രവർത്തനമുണ്ടോ അവിടെ? കാലം ഇത്രയായിട്ട് അവരാരെങ്കിലും ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇവിടെ TV ഇല്ലെന്ന് ഞാൻ 56 തവണ നിങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ജെയ്സിനോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ TV മൊബൈൽ ഫോണിൽ നോക്കിയാൽ കാണാം. ഞാൻ തിരിച്ചു വരാം. അങ്ങ് മൊബൈൽ ഫോണിൽ എടുത്തു, ഞാൻ അയച്ചു തരാം. താങ്കൾ അത് കണ്ടിട്ടില്ലെങ്കിൽ, ഛത്തീസ്ഗഡ് BJPയുടെ പോസ്റ്റ് താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ അയച്ചു തരാം. ഉല്ലാസ് ബാബു ഒരു നിമിഷം അങ്ങ് തുടരണം. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കൂടെ അഡ്വക്കേറ്റ് ഇപ്പോൾ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ് BJP. 12,000 കിലോമീറ്റർ ഓടിയുന്ന ഒരാൾ രാപ്പകലില്ലാതെ അധ്വാനം ചെയ്തുവെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ എത്തി ഈ സഹോദരിയുടെ, അതായത് ഈ കന്യാസ്ത്രീയുടെ സഹോദരന്റെ തോളിൽ കൈയിട്ട് ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ്.
Elevate with Dr. Arun Kumar.